കുറവുണ്ട്. കള്ളം. എന്നെ സമാധാനിപ്പിക്കാനാണെന്ന് എനിക്കറിയാം. മക്കൾക്ക് എന്തെങ്കിലും പറ്റിയാല് അച്ഛന്റെ അമ്മയുടെ നെഞ്ചു നോവില്ലേ? അത് സ്വാഭാവികല്ലേ? അല്ലെങ്കിൽ പിന്നെ അവരെ ഈ നെഞ്ചു കിടത്തി ഉറക്കിയതിനൊക്കെ എന്താ അർത്ഥമുള്ളത്? ഇത് അവരുടെ സ്വന്തമല്ലേ പത്മിനി? അവരുടെ നെഞ്ചു കരഞ്ഞാൽ നമ്മുടെ നെഞ്ചും കൂടെ കരയും. അവർക്ക് വേദനിച്ചാൽ കൂടെ വേദനിക്കും. സംസാരിക്കാതെ കിടക്ക്. ശരി, ഞാൻ ഉറങ്ങിക്കോളാം. താൻ വെറുതെ കാത്തിരിക്കണ്ട കേട്ടോ. വരുണിന് നേരെ ആരെങ്കിലും ഒരാൾ കല്ലെടുത്തെറിഞ്ഞ അത് ഈ നെഞ്ചിലാ കൊള്ളുന്നെന്ന് എനിക്കറിയാം. കൃഷ്ണ, തീയിലകപ്പെട്ടതുപോലെയാ ഇപ്പൊ ഈ കുടുംബം. എന്നോട് കളിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും വരുണിന്റെ അവസ്ഥ വല്ലാത്ത കഷ്ടാണ്. കുടുംബാംഗങ്ങളുടെ മുന്നില്, നാട്ടുകാരുടെ മുന്നില്, എങ്ങനെ എന്റെ മുൻപിൽ പോലും കുറ്റക്കാരനല്ലെന്ന് തെളിയിക്കാൻ പാടുപെടുക. എന്റെ വരുണിനെ എനിക്കറിയാം. ഒരു തെറ്റും ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കാറുള്ളത് വരുണിന് വേണ്ടിയാ. ഇപ്പോഴത് തന്നെ എനിക്ക് വേണ്ടത്. വരുണിനെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മോചിപ്പിക്കണം. അത് തന്നെയാ വേണ്ടത്. അവസ്ഥ മാഡത്തിനറിയാലോ? അറിയാം. പക്ഷേ അതും പറഞ്ഞ് മൂക്കും വരണ്ണും തല കുമ്പിട്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഇതിൽ നിന്നൊക്കെ ഒരു മോചനം വേണ്ടേ? ഞാനിപ്പോ ഒരു കാര്യം പറയാം, അത് മോൾ അനുസരിക്കണം. മാഡം പറയുന്ന എന്തെങ്കിലും കാര്യം ഞാൻ അനുസരിക്കാതിരിക്കോ? വേറൊന്നുമല്ല, ഒരു സിനിമയിൽ പാടണം. എന്റെ ഈ അവസ്ഥയിലോ? അതാ ഞാൻ പറഞ്ഞത്, ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു കിടക്കാൻ അതാ നല്ല മാർഗമെന്ന് എനിക്ക് തോന്നി. നല്ല പടമാണ്, നല്ല ബാനർ. ഒരുപക്ഷെ ആ പാട്ടുമോളെ വലിയ ഉയരങ്ങളിൽ കൊണ്ടെത്തിക്കും. പാടാൻ എനിക്കിഷ്ട, അതന്നെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷെ ഇപ്പോ ഒരു കാര്യം ചെയ്യാം, ഞാൻ വരുണിനോട് സംസാരിക്കാം. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനിക്കുക. അത് വേണ്ട മാഡം, വരുണോട് ഇക്കാര്യം ഞാൻ പറഞ്ഞോളാം. വരുൺ ഓക്കെ ആണെങ്കിൽ ഞാൻ മാഡത്തിനെ തിരിച്ചു വിളിക്കാം. എന്തായാലും എന്റെ ഈ അവസ്ഥ മറികടക്കാൻ വേണ്ടി മാഡം ശ്രമിച്ചല്ലോ, നന്ദിയുണ്ട്. അമ്മയും മോളും ആയ നിമിഷം മുതൽ ഈ വാക്ക് നമുക്കിടയിൽ വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. വീണ്ടും വീണ്ടും ഞാനത് ആവർത്തിക്കണം. നിന്റെ മനസ്സ് വേദനിച്ച അത് ഈ ലോകത്തിന്റെ ഏത് കോണിലിരുന്നാലും എനിക്കറിയാൻ പറ്റും. വരുണിനെതിരെയുള്ള ആരോപണങ്ങളായാലും നാട്ടുകാരുടെ ആക്ഷേപങ്ങളായാലും എല്ലാം മാറും. മോളൊന്ന് വരുണിനോട് സംസാരിക്കണം. ശരി. എന്താ അമ്മേ ഇവിടെ എന്തൊരു ബഹളം കേട്ടത്? അയ്യോ, പ്രിയങ്കയ്ക്ക് എന്താ പറ്റി? അവളൊന്ന് ഓക്കാനിച്ചതാ. എന്തായാലും അമ്മായിമ്മ മരുമോളെ ഏറ്റെടുത്തു അല്ലേ? അതല്ലെങ്കിലും അങ്ങനെ എടുത്തി എത്രയൊക്കെ വാശി പിടിച്ചാലും ഇതൊക്കെ നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുമോ? വെള്ളം ചൂടാക്കാനൊന്നും ഇനി സമയമില്ല. അല്ലെങ്കിൽ തന്നെ അവിടെ പോയി എന്തിനാ എടുക്കുന്നേ? ഇത് എടുത്താ മതിയല്ലോ. ഒന്ന് പോടാ ചെറുക്ക. എടാ,
നീ കുടിച്ചതിന്റെ ബാക്കി കുടിക്കാനേ അവകാശമുള്ളവളാ അവള്. അവളുടെ വയറ്റിൽ കിടന്ന് നിന്റെ കൊച്ചു കാണിച്ചു കൂട്ടുന്ന വേഷം കെട്ടാ എന്റെ കൊച്ചിപ്പ അനുഭവിക്കുന്നേ. ആ ദാ, മോളെ ദാ. എന്താ മോളെ? അയ്യോ എന്റെ മോളെ, ഇത് എന്റെ കയ്യിൽ നിൽക്കുമെന്ന് തോന്നുന്നില്ല. എന്റെ മോനെ ഒന്ന് വന്ന് അവളുടെ മുതുക് തടകി കൊടുക്ക്. കൈയെടുക്കാനാ പറഞ്ഞ. കൈയെടുക്കാൻ മനസ്സില്ല. എടാ നീ അല്ലാതെ വേറെ ആരാടാ അവളെ നോക്കാൻ? ഒന്ന് നോക്കണം, നോക്കാൻ. അയ്യോ ആവശ്യമില്ലാത്ത വേഷം കെട്ടൽ എന്റെ മുമ്പിൽ കാണിച്ചാണല്ലോ. കണക്കുകൾ തീർക്കുമ്പോഴേ നിങ്ങളെ ഞാൻ പ്രത്യേകം കാണുന്നുണ്ട്. ഓ നീ എവിടെ പോടി? ഞാൻ എന്റെ ഭർത്താവിന്റെ പിന്നാലെ പോവാ. എന്തേ